നിർബന്ധ ദാനം, അതായത് സക്കാത്ത് ആ കൊടുക്കപ്പെടുന്ന വ്യക്തികൾ മുസ്ലിം ആയിരിക്കണം. നമ്മൾ മുസ്ലിം മാത്രമായി ജീവിക്കുകയും മുസ്ലിങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുകയും മുസ്ലിം കാഴ്ചപ്പാടോടുകൂടി മാത്രം ലോകത്തെ കാണുകയും ചെയ്യുമ്പോൾ സക്കാത്ത് എന്തോ മഹാസംഭവമാണെന്ന് തോന്നും. പക്ഷേ മനുഷ്യർ എന്ന രീതിയിൽ എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, മാനവികത എന്ന ഉയർന്ന നിലവാരത്തിലേക്ക് പോകുമ്പോൾ ഇത് ഒരു ഗോത്രകാല നിയമമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഭയങ്കര സംഭവമായിട്ടേ നമ്മൾ കാണാൻ പറ്റില്ല എന്നർത്ഥം. ഹലോ. ഹലോ, ഞാന് ആ രാവിലെ വിളിച്ചീന്. ആ പറയ്. അപ്പൊ നിങ്ങള് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞീന്. പിന്നെ നിങ്ങളെ വിളിച്ചില്ലല്ലോ. ഞാനും തിരക്ക് പെട്ടു. ഉം. നിങ്ങള് ഒഴിവ് തന്നെയാണല്ലോ അല്ലെ? ഒഴിവാണ്, പറഞ്ഞോ. അതായത് ഞാനിപ്പോ ചോദിക്കുന്നത്, നിങ്ങള് ഈ ഇസ്ലാമ്, അതായത് ഇസ്ലാം ഏകദേശം ഒരു 35 വയസ്സ് വരെയൊക്കെ ഇസ്ലാമിൽ തന്നെ അല്ലേനാ? ഇല്ല. 30ഓ? ഞാൻ പഴയ അതായത് നിങ്ങൾ വിശദീകരിക്കേണ്ട ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. നാല് അത് കൊല്ലം മുമ്പ്. 2019, അത് പരസ്യമായിട്ട് പറയുന്ന ഒരു സമയല്ലേ. അതെ, അത് ഞാന് ഫുള്ളും തുടക്കം കേട്ടിട്ടുണ്ട്. ഉം. അപ്പൊ അതിൽ കേട്ട് കേട്ട് എത്ര വയസ്സിൽ എന്നുള്ളടത്തേക്ക് എത്തിയിട്ടില്ല. ആ അല്ല, അപ്പൊ അത് എത്ര എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രായത്തിൽ നിന്നുള്ള ഒരു 28, 29 വയസ്സൊക്കെ മുതല്, ഏകദേശം 27, 28 വയസ്സ് മുതൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠനങ്ങള്, സംശയം തോന്നിയിട്ടുള്ള പഠനങ്ങൾ തുടങ്ങുന്നുണ്ട്. അതായത് വിമർശന പഠനം എന്ന് വിമർശന വേണമെങ്കിൽ പഠനം പറയാം. എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു നിഷ്പക്ഷ പഠനം തുടങ്ങിയിട്ടുണ്ട്. അതുവരെയുള്ള പഠനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് വിശ്വാസിയായി മുൻവിധിയോടുള്ള പഠനമുണ്ടോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മൾ കാലത്തിന്റെ ഇതിനു ഇടയിൽ. മുമ്പ് എന്തോ ഒരു വിഷയം സംസാരിച്ചു വെച്ചതല്ലായിരുന്നോ? എന്തോ ഒരു വിഷയങ്ങൾ പരിശോധിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞല്ലേ നിങ്ങൾ ഓർമ്മയില്? അതെ അതെ, അത് ഞാൻ വാട്സപ്പില് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഏത്? ആ വിഷയം അതെറിയാ. ആ വിഷയം നമ്മള് വാട്സപ്പിലൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. ഇത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക? അല്ല, അത് ഞാനിപ്പോ വിളിച്ചത്, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഇപ്പൊ വിളിച്ചത് ആ ഒരു 10-20 കൊല്ലം അല്ലെങ്കിൽ ഒരു 20-30 കൊല്ലത്തോളം നമ്മളൊപ്പം ഉണ്ടേനല്ലോ. ആ അന്ന് നിങ്ങൾക്ക് നന്മയായി തോന്നിയത് വല്ലതും ഉണ്ടാ? അന്ന് ഞാൻ ഈ ഒരു വിഷയത്തില് മതം മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള ഒരു സൊസൈറ്റിയില് ഇവനക്ക് 4-ാമത്തെ പറയാ. അല്ല, ഒരു ചെറിയൊരു അപ്പോളേ അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല്, ആ സമയത്ത് മനുഷ്യന്മാർക്കിടയില്, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടാവുന്ന നന്മ ഇന്ത്യയിലും ഉണ്ടാവും, എന്നും ഉണ്ടാവുമല്ലോ. അതിപ്പോ മതം ഉപേക്ഷിച്ചിട്ട് പോകുന്ന സാധനമല്ലല്ലോ ഈ നന്മയും തിന്മയും. അല്ല, ഞാൻ വ്യക്തിയിലെ നന്മയല്ല പറയുന്നത്. ആ നമ്മള് ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ചും പഠിച്ചൊക്കെ ചെയ്ത ആളാണല്ലോ. കുറച്ച് മദ്രസയിലൊക്കെ പഠിച്ച ആ ആളാണല്ലോ. അതെ. അപ്പൊ ആ അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു വ്യക്തി മറ്റു വ്യക്തികളെ കുറിച്ചൊന്നും ആലോചിക്കാതെ, സമൂഹത്തിനെ കുറിച്ച് ചിന്തയൊന്നും ഇല്ലാതെ, ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കുടുംബം, ആ വ്യക്തിയുടെ ജീവിതം മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്, നമ്മൾ ഇത് മാത്രം പഠിക്കുകയും ഇത് മാത്രം ആചരിക്കുകയും ചെയ്യുന്ന സമയത്തിൽ വലിയ പ്രശ്നം തോന്നൂലല്ലോ ആർക്കും. അല്ല, അതിന്റെ ശേഷവും നമ്മൾ ചിന്തിച്ചിട്ടേ ഇതൊക്കെ നന്മകളായിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ന്. അങ്ങനെയല്ലാന്ന് ഞാൻ പറയണത്. ഇപ്പൊ ഇതൊരു നന്മയുടെ ഒരു കെട്ടും തിന്മയുടെ ഒരു കെട്ടും അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ ഇസ്ലാം മാത്രമാണ് ശരി എന്നൊരു വാദം നിങ്ങൾക്കുള്ളത് പോലെ, അല്ല, ഇസ്ലാം അതുണ്ട്, അല്ല, ഇസ്ലാം അതുണ്ട്. മാത്രം തെറ്റ്, ഇസ്ലാമിൽ തെറ്റ് മാത്രമേ ഉള്ളൂ എന്നൊരു വാദം നമുക്കില്ല. ഇല്ല, എല്ലാ അതില്ല. മതസമൂഹങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും നല്ലതും ചീത്തയും ഉണ്ടാവും. അല്ല, ഒരു നല്ലതൊരു ഇസ്ലാമിൽ ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു നല്ലതൊരു 4-5 അല്ലെങ്കിൽ കുറച്ചൊന്ന് പറഞ്ഞാലേ. അതിലിപ്പോ എന്താ കാര്യം? അല്ല, അതിപ്പോ നമുക്ക് ഇസ്ലാമിൽ മാത്രം ഉള്ളതായിട്ട് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇസ്ലാമിലും ഉള്ളതും പുറത്തില്ലാത്തതായിട്ടുള്ള ഒരു നന്മയാണെങ്കിലാണല്ലോ ഇപ്പൊ ഇസ്ലാമിലെ പ്രത്യേകത അതിന് കാണേണ്ടതുള്ളൂ. അത് എന്നാലും നിങ്ങൾ പറയുമ്പോ നിങ്ങൾ ഏത് രൂപത്തിലാണ് നന്മയും തിന്മയും നിങ്ങൾ വിലയിരുത്തുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. നന്മയും തിന്മയും എന്നുള്ള കൺസെപ്റ്റ് അല്ല എന്റെ മുന്നിലുള്ളത്. നന്മ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, ഇപ്പൊ ഇസ്ലാം പഠിപ്പിച്ച രീതിയിലുള്ള ഒരു നന്മ തിന്മ സങ്കല്പത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾക്കും നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യർക്കും, അത് കുടുംബത്തിലാവാം, അയൽവക്കക്കാരാവാം, ഇതര മതസ്ഥർ ആയിട്ടുള്ള ആൾക്കാരാവാം, നാട്ടുകാരാവാം, ലോകത്തുള്ള മറ്റെല്ലാ മനുഷ്യരും ജീവികളാവാം, ഇവർക്കൊക്കെ ഗുണകരമാവുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ ജീവിച്ചു പോവാന്നുള്ളതാണ്.
അവർക്ക് അതെ എന്തെങ്കിലും അതെ ഉപകാരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതെ. ഇതാണ് എന്നെ സംബന്ധിച്ച് പിന്നെ നല്ല രീതിയിൽ ധാർമ്മികമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ആ, ആ, ഓക്കെ. ആ, ആ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയിട്ടുള്ള, വളരെ എന്താ പറയാ, വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇസ്ലാമിലായിരുന്നപ്പോ അതൊക്കെ നന്മയായിരുന്നു എന്ന് തോന്നുന്നില്ലേ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മയാണ് എന്ന് പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് പോലും തോന്നുന്ന ഒരു കാര്യമാണ് സക്കാത്ത്. ആ, ആ, ഏഹ് ആ, ആ, ആ. പക്ഷെ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ചെറിയ പ്രായത്തിൽ ഒരു മുസ്ലിം സമൂഹത്തിൽ മാത്രം അതിനെ ചുറ്റിപ്പറ്റി മാത്രം ജീവിക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര നന്മയാണെന്ന്. പക്ഷെ നമ്മൾ അതിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരെ കുറിച്ച് ആലോചിക്കുന്ന രീതിയിൽ ഒരു സാമൂഹികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഈ പറയുന്ന അത്ര വലിയ നന്മയല്ല. അതൊരു ഗോത്രത്തിന്, ഒരു ഒരു പർട്ടിക്കുലർ ഗോത്രവുമായി ബന്ധപ്പെട്ട് ആ ഒരു കൂട്ടം, ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ഒരു നന്മയാണ്. അത് എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന തരത്തിലുള്ള ഒരു നന്മയല്ല. ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധ ദാനമാണ്. അതെ. നിർബന്ധ ദാനം അതിന് വിതരണം ചെയ്യുന്നത് ചില പ്രത്യേക കാറ്റഗറിയിലാണ്. അതിപ്പോ ആ ഇസ്ലാം കാറ്റഗറി എന്ന് പറയുന്നത് നാട്ടിലുള്ള പാവപ്പെട്ടവർ എന്ന അർത്ഥത്തിലല്ല, പാവപ്പെട്ടവരിലെ മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിലാണ്. അതെ, അല്ലേ? മുസ്ലിങ്ങളിൽ പെട്ടതന്നെ തങ്ങന്മാരെ അതിൽ ഉൾപ്പെടുത്താനും പറ്റൂല, അങ്ങനെയുണ്ട്. അതായിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറയണത് അപ്പൊ തങ്ങന്മാരെ അതില് ഉൾപ്പെടുത്താൻ പറ്റാതിരിക്കുന്നതിന്റെ ലോജിക്ക് എന്താന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം അല്ല ഇപ്പൊ അത് തങ്ങന്മാര് പറഞ്ഞ ഒരു പരമ്പര ഇവിടെ ഇല്ലല്ലോ. അല്ല അതല്ല ഓക്കെ, ഞാൻ ഇല്ല, തങ്ങന്മാര് എന്ന് പറഞ്ഞ പരമ്പര ഇല്ലാന്ന് ആരാ പറഞ്ഞു? ഞാൻ പറയും മുഹമ്മദ് തങ്ങന്മാർ നബിയുടെ സന്താന പരമ്പര, സന്തതി പരമ്പര ഇവിടെ ഇല്ലല്ലോ. മുഹമ്മദ് നബിന്റെ മക്കളെ കുട്ടികൾ തന്നെയല്ലേ ഹസൈൻ മക്കളെ ഹുസൈൻ? കുട്ടി അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഒരു പരമ്പര ഉണ്ടോ? ഇടക്ക് വെച്ച് മാത്രം ഒരു ഉമ്മ കയറി വരുന്ന ഒരു പരമ്പര പറച്ചിൽ ഇസ്ലാമിലുണ്ടോ? അതായത് നമ്മളെ ആദം നബി മുതല് മുഹമ്മദ് നബി വരെ പറയുന്ന പരമ്പരയിൽ എവിടെയെങ്കിലും ഒരു ഉമ്മ കയറി വരുന്നുണ്ടോ? ഇല്ലല്ലോ. നബി തങ്ങളുടെ മക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളെന്നല്ലേ ഫാത്തിമ ബീവി? ആയിക്കോട്ടെ, ആ ഫാത്തിമ ഫാത്തിമാന്റെ ബീവി, മക്കള് പറഞ്ഞ അലീന്റെ മക്കളല്ലേ? ഫാത്തിമ പരമ്പര ബീവിന്റെ അലീന്റെ പരമ്പരയല്ലേ? അതെ, അത് ആരെ മകളാണ് ഈ ഫാത്തിമ ബീവി അതുകൊണ്ട് എന്നുള്ളത്? കാര്യമില്ല. ഇസ്ലാമിലെ പരമ്പര പറയുമ്പോ പിതാവിന്റെ മക്കൾ, പിതാവിന്റെ 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 അല്ലേ പരമ്പര? അതെ, പിതാവാണല്ലേ അലി റളിയല്ലാഹു അലി അൻഹു. അള്ളാഹു. അത് കഴിഞ്ഞാ പിന്നെ പിതാവ് ആരാ? അബ്ദുൽ മുത്തലിബ്, പിതാ അല്ല അബൂ താലിബ് അല്ലെ? അതായത് അങ്ങനെയാണ് ഇപ്പൊ നബി തങ്ങളെ പരമ്പരയും അങ്ങനെയാണ് പോവില്ലേ? എങ്ങനെ? ആദം നബി കണ്ട് എത്തൂല്ലേ? ആയിക്കോട്ടെ, അതായിക്കോട്ടെ. പക്ഷെ അതെ. മുഹമ്മദ് നബിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോ ഈ പറയുന്ന തങ്ങന്മാരെ പരമ്പര പോവുക. മുഹമ്മദ് നബിക്ക് എത്തൂല. അപ്പൊ നബി ഇപ്പൊ തങ്ങള് നമ്മളെ നാട്ടില് തങ്ങളുടെ പേര് പറഞ്ഞ് ഇപ്പൊ ഏതെങ്കിലും ഒരു ബാഗ്ഫക്കി തങ്ങളോ അല്ലെങ്കിൽ ഒരു പൂക്കോയ തങ്ങളോ പേര് പറഞ്ഞിട്ട് ആ, ആ. ആ തങ്ങളുടെ വാപ്പാന്റെ 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 എങ്ങനെയല്ലേ പോവാ? അതെ, ആ അങ്ങനെയും പോകും. അങ്ങനെയാണ് പോയിട്ട് നിങ്ങൾ അവിടെ ഹസന്റെ അവിടെ എത്തിയിട്ട് സൈനുൽ അതെ ആബിദീന്, ഹസന്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ഫാത്തിമ ചാട്ടം. അത് നേരെ അലിയിലേക്കല്ലേ ചാടണ്ടേ? അലി അലി കഴിഞ്ഞാ പിന്നെ അബൂ താലിബ്, അല്ല അബ്ദുൽ മുത്തലിബ്. അബൂ താലിബ് അല്ലേ, സോറി. അല്ല, അലി തങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീവിന്റെ ഭർത്താവാണല്ലോ. അതെ, അതാണല്ലോ ഹസന്റെ വാപ്പ. അതെ അതെ അതെ. ആ അപ്പൊ അവിടെ അവരെ മുഹമ്മദ് നബി ഇല്ല. മുഹമ്മദ് നബി നബി പിക്ചറിലേ വരൂലേ. ഉമ്മാന്റെ അല്ല വാപ്പല്ലേ? ആയിക്കോട്ടെ, അതായത് അങ്ങനെ ഇപ്പൊ നമ്മൾ ഈ പരമ്പര പറയുന്നിടത്ത് പലയിടത്തും പല ഉമ്മാരും വന്നിട്ടുണ്ടാവും. ഇസ്ലാമിൽ അതെ, പരമ്പര പറയാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് ഇസ്ലാമില് പറയാത്തൊന്നല്ലല്ലോ. ഇസ്ലാമിൽ അതല്ല. രക്തബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പരമ്പര എങ്ങനെയാ? അല്ല, പിതാവിന്റെ പരമ്പരയാണ്. അതിന് എതിർപ്പില്ല. ആ രണ്ടും പറയാറുണ്ട്. പക്ഷെ പൊതുവെ അപ്പൊ നമ്മള് നമ്മള് വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, അപ്പൊ നമ്മൾ ഈ തങ്ങന്മാര് നബിന്റെ പേരക്കുട്ടികൾ എന്ന് പറയുന്നത് ഒരു തരം ആൾക്കാരെ പറ്റിക്കണ പരിപാടിയാണ്. അത് വേറെ വിഷയം, നമുക്ക് ചർച്ച ചെയ്യാം. തങ്ങന്മാരെ അല്ല, പരമ്പര നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അത് അതിപ്പോ നന്മയിലേക്ക് തിരിച്ചു വന്നാല്, സക്കാത്തിലേക്ക് തിരിച്ചു വന്നാല്, സക്കാത്ത് തന്നെ. സക്കാത്ത് എന്ന് സക്കാത്ത് എന്ന് പറഞ്ഞാല് പറയുന്നത് എല്ലാ മനുഷ്യർക്കും, ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഉം, സമ്പന്നരായിട്ടുള്ള ആളുകൾ, അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ഉം, സഹായം എത്തണം എന്ന മതത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി നടപ്പിലാക്കിയ ഒരു സാമൂഹ്യ നീതിയാണെങ്കിൽ ആണ്. ആ, ആണെങ്കിൽ അതിനകത്ത് ആണ്. സമുദായം മാത്രം പരിഗണിക്കപ്പെടുന്നത് ശരിയല്ലല്ലോ. അത് ഞാൻ രണ്ടർത്ഥത്തിൽ പറഞ്ഞുതരാം. എന്താണ്? അതായത് സക്കാത്ത് എന്നുള്ളത് നിർബന്ധ ദാനാണ്. ഈ നിർബന്ധ ദാനത്തിനാണല്ലോ നമ്മളിപ്പം, നിർബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാണല്ലോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. മറ്റതിപ്പോ ചെയ്തില്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് സ്വതക്ക എന്നുള്ളത് അത് ആർക്കും ദാനമാണ്, ധർമ്മമാണ്. എപ്പോഴും ധർമ്മം. കൊടുക്കാം. അതിന് അത് നമ്മളെ നാട്ടില് ഭിക്ഷ എന്നൊക്കെ പറയും. അതെ, അതിനെന്തില്ല അതുകൊണ്ട് ഒരാളെന്നില്ല. കാര്യമില്ല സുഹൃത്തെ. ഞാൻ പറഞ്ഞത് ഒരു സാമൂഹ്യ നിയമം.
ഒരു ആ സാമൂഹ്യ നിയമം, ഒരു സാമൂഹ്യ നീതി നടപ്പിലാക്കുന്നതിന്, സാമ്പത്തിക അസമത്വം കുറക്കുന്നതിന്, നാട്ടിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യരില്ലാതാവുന്നതിനുള്ള ഒരു സാമൂഹ്യ നിയമമായിട്ട് മതം പറയുകയാണെങ്കിൽ അതെ ആ അതെ നിയമത്തിന്റെ ബാധകമാവുന്നത് അതിന് അർഹരാവുന്ന ആളുകളുടെ മതം സ്പെസിഫിക് ആയിട്ട് സക്കാത്തിൽ പറയുന്നുണ്ടോ ഇല്ലേ? അതാണ് ചോദ്യം. അതെ. അങ്ങനെ ഇപ്പൊ നമ്മളൊരു 60 ആളെ ഉൾപ്പെടുത്തി, അതായത് മതത്തിൽപ്പെട്ട എന്ന് പറയുമ്പോ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പൊ ഒരു അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നത് മതം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈനാണോ എന്നാണ് എന്റെ ചോദ്യം. അതെ, അതിൽ ഈ മതം ജക്കാത്ത്. പരിഗണിച്ച് നിങ്ങൾ ഒരു സമൂഹത്തിൽ സേവനം ചെയ്യുന്നെങ്കിൽ അത് ഗോത്രീയമായ ഒരു സേവനമോ അല്ലെങ്കിൽ വർഗീയമായ ഒരു സേവനമോ മാത്രമാണ്. അതെ, അതൊരു ഞാൻ പറഞ്ഞുതരാം. മാനവികമായ ദർശനമല്ല. അതിലുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാല്, ഈ ജക്കാത്ത് ഇപ്പൊ നമ്മളെ ഈ നാട്ടിൽ ഒരു 60 ആൾക്കാർക്ക് കൊടുത്തു, ഉദാഹരണം പറയാം. ഉം ഈ 60 ആളെ ആ ഒരു സാമ്പത്തിക എന്ത് അവരുടെ ദാരിദ്ര്യം ഇതുകൊണ്ട് തീർന്നു എന്ന് സങ്കല്പിക്കുക. ഉം ഉം എന്നാൽ ആ നാട്ടിൽ 60 ആളെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഉം വളർത്താൻ പറ്റിയല്ലോ. അത് മനസ്സിലായി. ആ വളർത്തുന്ന ആൾക്കാരുടെ മൊത്തം മുസ്ലിങ്ങളായിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ വളർത്തുന്ന ആൾക്കാരും മുസ്ലിം ആയിക്കോട്ടെ, എന്നാലും മുസ്ലിം സമൂഹത്തിലെ ആവണം എന്ന് നിർബന്ധം ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറയേ. ജക്കാത്ത് കൊടുക്കല് മുസ്ലിങ്ങൾക്കാകണം, ഇല്ലേ? തങ്ങന്മാർക്ക്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ മുസ്ലിമായി ജീവിക്കുന്ന കാലത്ത് മുസ്ലിങ്ങളുടെ സമൂഹത്തിന്റെ സമുദായത്തിന് മാത്രമായി ഒരു മുസ്ലിം ചിന്തയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സക്കാത്ത് ഭയങ്കര സംഭവമായിട്ട് തോന്നും. അല്ല, അപ്പൊ അതേ തങ്ങന്മാര് സമയത്ത് നോക്കൂ, അതേ സമയത്ത് വരട്ടെ. എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന തരത്തിൽ മാനവിക ബോധത്തിലേക്ക് നമ്മൾ ഉയരുമ്പോ സക്കാത്ത് പരിശോധിക്കപ്പെടുമ്പോ അത് കേവലം ഗോത്രീയമായ അല്ലെങ്കിൽ വർഗീയമായ ഒരു 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 സൊസൈറ്റി സേവനം മാത്രമാണ്. ഒരു സാമൂഹ്യ സേവനം സൊസൈറ്റി എന്ന് പോലും പറയാൻ പറ്റില്ല, അല്ല, കമ്മ്യൂണിറ്റി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും പവറുള്ള ഒരു തറവാടാണ് സാദാത്ത്, അതായത് സയ്യിദ് തങ്ങന്മാര്. ഉം അവരെ സക്കാത്തിൽ നിന്ന് ഒഴിവാക്കി. ഉം അപ്പൊ അവരെ വർഗീയമായി അതിന്റെ കണ്ടതാണോ? പൊളിറ്റിക്സ് ഫാത്തിമ ബീവിന്റെ വീട് തകർക്കുന്നതും അലിയെ കൊലപ്പെടുത്തുന്നതുമായിട്ട് ഹസനെയും ഹുസൈനെയും കൊലപ്പെടുത്തുന്നതായിട്ടൊക്കെ അതിന് ബന്ധമുണ്ട്. അബൂബക്കറും ഫാത്തിമയും തമ്മിൽ കണ്ടാമിണ്ടാതെ പിന്നെ കാലങ്ങൾ കഴിച്ചു കൂട്ടിയതിലൊക്കെ അങ്ങനത്തെ കുറെ കഥകൾ അതിന് പറയാനുണ്ട്. അപ്പൊ അല്ല, അത് പോട്ടെ. അങ്ങനെയൊക്കെയാണെന്ന് സങ്കല്പിച്ചാ പോലും ആ ഇന്ന് പോലും നിയമം അതല്ലേ, ആയിക്കോട്ടെ, ആ തങ്ങന്മാരെ നിയമം ഉൾപ്പെടുത്തരുതെന്ന്. തുടരുന്നു. അതുകൊണ്ട് എന്താ കാര്യം? നിങ്ങളിപ്പോ നിങ്ങളെ കൂട്ടത്തിൽ ഒരു കൂട്ടരെ ഒഴിവാക്കി എന്നത് കൊണ്ട് നിങ്ങളുടെ അടിസ്ഥാന ലൈൻ, അർഹരായ മനുഷ്യരുടെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അവൽ ഷർത്ത് ഒരു മുസ്ലിം ആവുക എന്നുള്ളതല്ലേ? അത് കൊടുക്കാത്തവരെ കുറിച്ചല്ല പറയണേ, അല്ല, കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നിർബന്ധ അത് ദാനം, അതായത് സക്കാത്ത് ആ കൊടുക്കപ്പെടുന്ന വ്യക്തികൾ മുസ്ലിം ആയിരിക്കണം. അപ്പൊ മാത്രല്ല, തങ്ങന്മാരാവും ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടി തങ്ങ ക്ലിയർ ആയിട്ട് പറഞ്ഞ അങ്ങനെയുള്ള സക്കാത്ത്. ഇപ്പൊ നിങ്ങൾ ഇസ്ലാമിലെ നന്മ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നല്ല നിങ്ങൾ ചോദിക്കണേ. അപ്പൊ ഓർമ്മ ആ ഉണ്ടാന്നല്ലേ നിങ്ങൾ ഇസ്ലാമില് പറയാൻ. അല്ല, അത് നന്മയായിട്ട് കണ്ടിരുന്നു എന്ന് ചോദിച്ചല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ മുസ്ലിം മാത്രമായി ജീവിക്കുകയും മുസ്ലിങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുകയും മുസ്ലിം കാഴ്ചപ്പാടോടുകൂടി മാത്രം ലോകത്തെ കാണും ചെയ്യുമ്പോൾ സക്കാത്ത് എന്തോ മഹാസംഭവമാണെന്ന് തോന്നും. പക്ഷേ മനുഷ്യർ എന്ന രീതിയിൽ എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, മാനവികത എന്ന ഉയർന്ന നിലവാരത്തിലേക്ക് പോകുമ്പോൾ ഇത് ഒരു ഗോത്രകാല നിയമമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഭയങ്കര സംഭവമായിട്ടേ നമ്മൾ കാണാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ ഇനി ഞാൻ പറയണ്ടേ കുറച്ച് കേട്ടു. ഇനി അത് മാത്രമല്ല, അല്ല, ഈ ഞാൻ സക്കാത്തിന്റെ പറയട്ടെ. ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതും കൂടി പറഞ്ഞാലേ ഇത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ ഓക്കെ. ഇപ്പോ സക്കാത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ഇത് ഭരണകൂടം നടപ്പാക്കേണ്ട ബാധ്യതയും കൂടിയാണല്ലോ. ഭരണകൂടത്തിന് ഇതിന് മുകളിലൊരു ബാധ്യത ഉണ്ട് ഇല്ലേ? അത് ഇസ്ലാമിക ഭരണം ഇസ്ലാമിക ഉള്ളിടത്തില്ലേ. ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ. അത് ഓക്കെ, പല മുർത്തതിന്റെ അതെ വിഷയത്തിൽ അതെ അതെ അങ്ങനെയാണല്ലോ. അതെ അതെ. അപ്പൊ ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യത്താണെങ്കിൽ ഭരണകൂടം നടപ്പിലാക്കുന്ന, അതായത് കളക്ട് ചെയ്ത് വിതരണം ചെയ്യുന്ന സാമൂഹ്യ ക്ഷേമ പദ്ധതിയിൽ ആ ഭരണകൂടത്തിന്റെ താഴെ ജീവിക്കുന്ന അമുസ്ലിങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് അനീതിയല്ലേ? അവർക്ക് ബൈത്തുൽ മാല് എന്നുള്ള ഒരു പൊതു ഫണ്ട് ഉണ്ടല്ലോ. ആർക്ക്? അവിടെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഒരു ഫണ്ടാണ് ഞാൻ ബൈത്തുൽ മാൽ. പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ നടപ്പിലാക്കുന്ന ഒരു സാമൂഹ്യ ക്ഷേമ പരിപാടിയിൽ നിന്ന്, അത് മതത്തിന്റെ നിർബന്ധ ബാധ്യതയായിട്ടുള്ള ഒരു സാമൂഹ്യ ക്ഷേമ പരിപാടിയിൽ നിന്ന് മുസ്ലിങ്ങളല്ലാത്ത ഭരണകൂടത്തിന് താഴെ ജീവിക്കുന്ന പ്രജകളെ അല്ലെങ്കിൽ പൗരന്മാരെ ഒഴിവാക്കുന്നത് ഭരണകൂടം കാണിക്കുന്ന അനീതിയാണോ അല്ലേ? വിവേചനാണോ അല്ലേ? അതൊരിക്കലും വിവേചനമല്ല. കാരണം ഈ നിർബന്ധ സക്കാത്തിൽ നിന്ന് തങ്ങന്മാരെ ഒഴിവാക്കി, അതുപോലെ പലോലെയും ഒഴിവാക്കി. അതേ ആരെ സമയത്ത് വേറെ?
അത് തങ്ങന്മാരാന്ന് പറഞ്ഞല്ലോ. വേറെ ആരാ? തങ്ങന്മാരെ എല്ലാ ഒഴിവാക്കിയതിന്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇപ്പം ഫാത്തിമ ബീവിയും അബൂബക്കറും കണ്ടാ മുണ്ടൂല, ജനാസ നിസ്കരിക്കരുത്, മരണം അറിയിക്കരുത് എന്ന് പറയില്ലല്ലോ. തങ്ങന്മാരെന്ത് ചെയ്തു? ഒഴിവാക്കി. അതുപോലെ ഈ സക്കാത്തിൽ നിന്ന് ചില ആൾക്കാരൊക്കെ ചില ഒഴിവാക്കി. ആൾക്കാരല്ല, ചില ആൾക്കാരെന്ന് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കണം എന്ന് ബാധ്യത ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ ഇസ്ലാമിനോട് ഹൃദയം അണഞ്ഞു നിൽക്കുന്നവർ, ഇണങ്ങി നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെ ഇസ്ലാമിലേക്ക് വരുമെന്ന് തോന്നുന്നവർ, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, പുതു ഇസ്ലാമികൾ, ഇവർക്കൊക്കെ പ്രത്യേക പരിഗണന കൊടുക്കണ്ടേ ഇസ്ലാമിലെ സക്കാത്തില്? അതുണ്ടല്ലോ. അതെന്തിനാ? അതന്നെ, അവര് വീടും അവരുടെ കുടുംബവും മറ്റൊക്കെ വിട്ടെറിഞ്ഞ് വന്നതായിരിക്കും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കമ്മ്യൂണിറ്റി മീൻസ് സേവനമാണ്. അതായത് ഒരു ഗോത്രത്തിന്റെ, ഒരു എന്താ പറയാ, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു വർഗീയമായ സാമൂഹ്യ സേവനമാണ് എന്നാണ് ഞാൻ ഇപ്പൊ സക്കാത്തിനെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ മനസ്സിലാക്കണതല്ല, നിർബന്ധദാനത്തിന് ചില കണ്ടീഷൻസ് ഉണ്ട്. നിർബന്ധദാനത്തിന്റെ കാര്യം പറഞ്ഞത്. ഒരു വിശ്വാസികളെ സംബന്ധിച്ച് അവന്റെ മേൽ ബാധ്യതയായ, അവന്റെ സമ്പത്തിൽ ബാധ്യതയായ സാമൂഹ്യക്ഷേമ പരിപാടിയിൽ നിന്ന് അതിന് അർഹരായ ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ മതം പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യരോടുള്ള നന്മയല്ല, അത് മുസ്ലിങ്ങളോടുള്ള പ്രത്യേകമായ ഒരു വിഭാഗീയമായ സ്നേഹമാണ് എന്നാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് അത് വലിയ നന്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തങ്ങന്മാരും നമ്മളെ എന്ത് ചെയ്തു? മാറ്റി നിർത്തി. തങ്ങന്മാരെ നിങ്ങൾ മാറ്റി നിർത്തിയതിന്റെ കഥ എല്ലാവർക്കും അറിയുന്നത്. ഫാത്തിമ ബീവിനെ കൊന്ന ആൾക്കാരാണ്, അലിയെ കൊന്ന ആൾക്കാരാണ്. ഹുസൈന്റെ കൂടെ നടക്കുന്ന കുട്ടി, വെള്ളത്തിന് ദാഹിക്കുന്ന കുട്ടികളുടെ അണ്ണാക്കിലേക്ക് വെള്ളത്തിന് വേണ്ടി വായ പൊളിച്ച കുട്ടിയുടെ തൊണ്ടയിലേക്ക് അമ്പെയ്തിട്ട് ഇസ്ലാമിക ഖിലാഫത്ത് കെട്ടിപ്പടുത്ത ആൾക്കാരെ പോലും റളിയല്ലാഹു അൻഹു എന്ന് വിളിക്കേണ്ട ഗതികളിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് തങ്ങന്മാരെ സക്കാത്ത് ഒഴിവാക്കിയതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും എനിക്കില്ല. അതൊക്കെ വിട്ടല്ലേ, അത് വേറെ പൊളിറ്റിക്സ് ആണ്. അത് നമ്മൾ തങ്ങന്മാരെ കഥ പറയുമ്പോ വേറെ പറയാം. അല്ല, അങ്ങനെ പല ഈ കളവുകളും അതുപോലെ ഇതൊക്കെ നിങ്ങളെ കയ്യിൽ ഉണ്ടാവും. എന്താ കഥ? കർബല യുദ്ധമൊന്നും നടക്കാത്ത യുദ്ധാണോ? അത് ഏതൊരു യുദ്ധാണെങ്കിലും കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും കർബലയിലെ ക്രൂരതകളുടെ കഥ ഞാൻ പറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് അറിയാൻ. എന്താ കഥ? ഒഴിവാക്കിയ ചരിത്രമല്ലേ. അത് പോട്ടെ, അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ സംസാരിക്കേണ്ടത് വേറെ വിഷയം തന്നെയാണ്. അപ്പൊ നിങ്ങൾ പറയും, ഇനി നിങ്ങള് നന്മേനെ കുറിച്ച് പറയും. ഇനി എന്താണ്? സക്കാത്തിന്റെ കഥ കഴിഞ്ഞു, ഇനി വേറെ പറയും. അതായത് ഞാൻ പറയല്ലേ, ബൈത്തുൽ മാൽ എന്നുള്ളത് പൊതു ഖജനാവ്, പൊതു ഫണ്ടാണ്. അതിന്റെ അവകാശികള് ആ നാട്ടിലുള്ള സാധുക്കള്, ആ സാധുക്കളിൽ ആരാണ് ആവശ്യക്കാര്, അത് എല്ലാവരും എന്ത് ചെയ്തു? ഉൾപ്പെട്ടു. മാത്രല്ല സാധാരണക്കാർക്ക് പൈസ കൊടുക്കുന്ന ഏർപ്പാട് എന്താന്ന് പറഞ്ഞുതരും. പിന്നെ മാത്രല്ല നാട്ടില് ഇതൊന്ന് പറഞ്ഞുതരും. ബൈത്തുൽ മാലിൽ നിന്ന് പൊതുജനങ്ങൾക്ക് പൈസ കൊടുക്കുന്ന ഏർപ്പാട് എന്താണ്, എന്തൊക്കെ ആവശ്യത്തിനാണ്? അത് അവരുടെ ചികിത്സ, പിന്നെ വീട്, ഇത് ആർക്കൊക്കെയാണ് ബാധകം? പട്ടിണി. ഇപ്പൊ ഒരു പ്രദേശത്ത് ഒരു പള്ളി പൊളിഞ്ഞു വീണു, അത് പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ ആരാധനാലയാണല്ലോ, പള്ളി പൊളിഞ്ഞു വീണു, ഒരു വിശ്വാസപരമായിട്ട് അത് അതൊന്ന് ആദ്യം പുനരുദ്ധരിക്കാൻ വേണ്ടിട്ട് ഫണ്ട് കൊടുക്കാൻ പറ്റും ബൈത്തുൽ മാലിൽ നിന്ന്, പള്ളി പരിപാലനത്തിനൊക്കെ? എന്തൊക്കെയാണോ പൊതു ആവശ്യങ്ങള്, റോഡും എല്ലാം പെടും. അപ്പൊ പള്ളി നന്നാക്കാനൊക്കെ കൊടുക്കാം. ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇസ്ലാമിന്റെ നന്മ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കി തരാൻ പറഞ്ഞുതരാം. ഇസ്ലാമിക ഖിലാഫത്തുള്ള ഒരു സ്ഥലത്ത് ദിമ്മികളായിട്ട് ജീവിക്കുന്ന കുറച്ച് ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് വിചാരിക്കാം. എന്താ ദിമ്മി എന്ന് പറഞ്ഞാല്? ദിമ്മി എന്ന് പറഞ്ഞാല് പ്രത്യേകമായിട്ട് വേർതിരിവിന്റെ ടാക്സ്, വിവേചനത്തിന്റെ നികുതി. മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ് ഞാൻ പറയണത് അതായത് ഇസ്ലാമിന്റെ ബൈത്തുൽ മാലിൽ നിന്ന് പൈസ കൊടുക്കുന്നതിനെ കുറിച്ചാണല്ലോ ഇപ്പൊ നമ്മള് പറഞ്ഞത്. അല്ല, ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞു, ബൈത്തുൽ മാൽ കഴിഞ്ഞതിന്റെ ശേഷം മാത്രല്ല, നമ്മളൊരു മയാസിറുൽ മുസ്ലിമീൻ എന്നൊരു വിഭാഗം ഉണ്ട്. അതായത് മുസ്ലിങ്ങളിൽ നിന്നുള്ള ധനികർ, അവരുടെ ബാധ്യതയാണ് നാട്ടിലുള്ള പാവങ്ങളെ സഹായിക്കുക. നാട്ടിലുള്ള പാവങ്ങളെ എന്ന് പറഞ്ഞാൽ ആരുടെ? അതെല്ലാരും പെട്ടു. എങ്ങനെ? മുസ്ലിമും. പിന്നെ ഈ സക്കാത്തിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തിയതിന്റെ കുട്ടൻസ് എന്താ? അത് തങ്ങന്മാരെ മാറ്റി നിർത്തിയ മാതിരി തന്നെ. എന്താണ് കാരണം? റീസൺ പറയൂ. ഇത് നിർബന്ധദാനാകുമ്പോ അതിന് ചില കണ്ടീഷൻസ്. എന്താണ് ആ കണ്ടീഷനിന്റെ കാരണം എന്ന് ഞാൻ ചോദിച്ചേ?
അതായത് അതൊരു മതപരമായ അമുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്ന കണ്ടീഷന്റെ കാരണം എന്താ? അത് സക്കാത്തിനെ പറ്റി, സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആരാധനന്റെ ഭാഗമാണ്, നിർബന്ധമായ ഒരു സംഗതിന്റെ ഭാഗമാണ്. ഉം അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കും ഉം അങ്ങനെ ഇപ്പൊ തങ്ങന്മാർ ഒഴിവാക്കിയത് പോലെ ചില ഇതൊക്കെ അതിലുണ്ടാവും, ഹിക്മത്തുകള്. എന്താണ് നാട്ടില് പട്ടിണി കിടക്കണവന് ഹിന്ദു പട്ടിണി കിടന്നാലും മുസ്ലിം പട്ടിണി കിടന്നാലൊക്കെ പട്ടിണി കിടക്കണവനല്ലേ? അതെ, അതിനാണ് അപ്പൊ ഞാൻ അതിലെ പറയല. സമ്പത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടി നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് സക്കാത്ത് ധനികരുടെ മേലിൽ നിർബന്ധമാക്കുമ്പോ അതിൽ നിന്ന് അമുസ്ലിങ്ങൾക്ക് പോകാൻ പാടില്ല എന്ന സൂക്ഷ്മത കാണിക്കുന്നതിന് വർഗീയത എന്നല്ലെങ്കിൽ പിന്നെ എന്താ പറയാ? അപ്പൊ പിന്നെ തങ്ങന്മാര് അങ്ങനെ ഉൾപ്പെടുത്തിക്കാളി. തങ്ങന്മാരുടെ രാഷ്ട്രീയം ഞങ്ങളോട് പറഞ്ഞില്ല, നമ്മളിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. ഇനി അല്ല, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. അതായത് മയാസിർ. ഇസ്ലാമിന്റെ മഹാമനസ്കത മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഒരു പള്ളിയുണ്ട് ഒരു പ്രദേശത്ത്, മുസ്ലിങ്ങളുടെ ആരാധനാലയം തകർന്നു വീണു, അല്ലെങ്കിൽ പൊട്ടി, അല്ലെങ്കിൽ കേടുപാട് സംഭവിച്ചു. ബൈത്തുൽ മാലിൽ നിന്ന് പണം കൊടുക്കാം അത് പുനരുദ്ധരിക്കാൻ, അല്ലെ? പൊതു ആവശ്യങ്ങളാണെങ്കിൽ എല്ലാം പറ്റും. പള്ളി പൊതു ആവശ്യമല്ലേ? പള്ളിയിൽ മാത്രല്ല കിണറും പള്ളി പൊതു ആവശ്യമാണോ? അതെ, ആണ്. അത് ഇനി മാത്രം ഇസ്ലാമിന്റെ കീഴിൽ പിന്നെ പ്രത്യേക നികുതി കൊടുത്ത് താമസിക്കുന്ന, സംരക്ഷിത നികുതി എന്നൊക്കെ നിങ്ങൾ പറയുന്ന വിവേചനത്തിന്റെ നികുതി കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യർ, ജിസിയ കൊടുത്ത് താമസിക്കുന്ന ഹിന്ദുവിന്റെ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ലാതെ പോട്ടെ, ക്രിസ്ത്യാനിയുടെയോ ജൂതന്റെയോ ആരാധനാലയം തകർന്നു വീണു എന്ന് വിചാരിക്കാം. അത് പുനരുദ്ധരിക്കാൻ ഇസ്ലാമിക പിന്നെ ബൈത്തുൽ മാലിൽ നിന്ന്, ഇസ്ലാമിന്റെ ബൈത്തുൽ മാലിൽ നിന്ന് പണം കൊടുക്കൽ അനുവദനീയമാണോ അല്ലേ? അതെ, അതിന്റെ ആ കണ്ടീഷനിലായി പെട്ടുകണമെങ്കിൽ അനുവദനീയമാകും. നിങ്ങളുടെ അറിവിൽ പറ്റുകണോ അറിയോ? ഞാനത് ഇതായിട്ടില്ല, നിങ്ങളത് നോക്കണം. ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇനിയിപ്പം സർക്കാർ സഹായിക്കൂല, ശരി പോട്ടെ, അല്ല അത് പോട്ടെ. ഞാൻ പറയട്ടെ, അവിടെയുള്ള ആളുകള് പിരിവെടുത്തിട്ട് ആ അമ്പലം ഒന്ന് പുതുക്കി പണിയാം, അല്ലെങ്കിൽ ആ പള്ളി ഞങ്ങള് ശരിയാക്കി കളയാം എന്ന് തീരുമാനിച്ചാൽ അതിന് അനുവാദം കൊടുക്കാൻ ഭരണാധികാരിക്ക് പറ്റുമോ? ഇതൊക്കെ ഓപ്പോസിറ്റ് എനിക്ക് ചോദിക്കേണ്ടതുണ്ട്, പക്ഷെ അത് സമയം കളണ്ടാച്ചിട്ടാണ്. ഇതൊക്കെ ഓപ്പോസിറ്റ് ചോദിച്ചോളി, റിട്ടേണും പറ്റുമെന്ന് ഞാൻ ചോദിക്കും. എന്ത് റിട്ടേൺ? ചോദിച്ചോളി. അതായത് അത് മറ്റുള്ളവർക്ക് ഇപ്പൊ ഇങ്ങോട്ട് തരണ്ടിയില് അവർക്ക് എന്താണ് അഭിപ്രായം? എന്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്? അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ പൊതു ഖജനാവെന്ന് അമ്പലം അല്ലെങ്കിൽ ചർച്ചോ അത് നിർമ്മിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ഷർത്തുകൾ, അതിന്റെ നിബന്ധനകൾ എങ്ങനെയാണോ രേഖപ്പെടുത്തിയത് അതിൽ ഇത് പെട്ടിട്ടുണ്ടെങ്കിൽ പറ്റും. അല്ല, പറ്റൂലെന്ന് ഇസ്ലാമിന്റെ നിയമല്ലേ, നിങ്ങൾക്ക് അറിയില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി പറ്റൂലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, അതിന്റെ നിബന്ധനകൾക്കനുസരിച്ച് ഉള്ളില് ആ നിബന്ധനയാണല്ലോ ആ നിബന്ധനകളെയാണല്ലോ ഇസ്ലാമിന്റെ നന്മയും തിന്മയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാ ഞാൻ പറയല്ലോ, നിയമം. തങ്ങന്മാരെ നമ്മള് ഒഴിവാക്കിയല്ലോ, അതുപോലെ തങ്ങന്മാരങ്ങൾ ഒഴിവാക്കിയിട്ട് കാര്യമില്ല. തങ്ങന്മാരങ്ങൾ ഒഴിവാക്കുക മാത്രല്ല ചെയ്തത്, മുഹമ്മദ് നബിന്റെ കുടുംബത്തെ മുച്ചൂടും ഇല്ലാതാക്കി ഇസ്ലാമിക ഖലീഫമാര്. അത് പോട്ടെ, അത് വേറെ പൊളിറ്റിക്സ് ആണ്, അത് ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്, അതല്ല ഞാൻ പറയുന്നത്. അപ്പൊ തങ്ങന്മാരുടെ ഒഴിവാക്കി എന്നത് കൊണ്ടല്ല ഞാൻ പറയുന്നത്, ഇതിന് മതമാണ് ഇതിനകത്ത് കേവലം ഈ ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരു തരം ഗോത്രീയതയാണ്. അത് ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് പരിഗണിക്കുക എന്ന മാനവിക ബോധത്തിനെതിരായ ഒരു ആശയമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന് അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ സക്കാത്ത് നമുക്ക് അത് കേവലം ഗോത്ര നിയമമായി മാറുന്നത്. അതേസമയത്ത് ഇസ്ലാമിനകത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ച് സക്കാത്ത് നല്ല സംഭവമാണ്, കാരണം അവർ ആ ഗോത്രത്തെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ മനുഷ്യരായിട്ട്. അല്ല, ഈ നിരീശ്വരവാദികൾ സക്കാത്ത് കൊടുക്കലുണ്ടോ? സക്കാത്ത് കൊടുക്കുക എന്നുള്ളതല്ല, ഇത് ഗവൺമെന്റുകൾ ഇപ്പൊ പറഞ്ഞുതരാം, ഭരണകൂടങ്ങൾ. പറയാം. പേര് വേണ്ട, സക്കാത്തിന്റെ പേര് എല്ലാ ഗവൺമെന്റുകളും സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കും. ഇത് സക്കാത്ത് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഒരു സാമൂഹ്യ സേവനത്തിന് ടാക്സ് ആയിട്ട് ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത് നാട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് സക്കാത്തിന്റെ ഒരു രൂപം, അല്ലേ? അത് തന്നെയാണ് എല്ലാ ഗവൺമെന്റുകളും ചെയ്യുന്നത്. അല്ല, ഇന്നും സക്കാത്ത് ഉണ്ടല്ലോ. സക്കാത്ത് എന്ന് പറയുന്നത് ഇന്ന് ആൾക്കാർ സക്കാത്ത് നൽകണ്ടല്ലോ. ആർക്ക് സക്കാത്ത് കൊടുക്കണത്? അത് ഈ ഗവൺമെന്റിന്റെ താഴെ, ഇപ്പൊ നമ്മള് നിലനിൽക്കുന്ന ഗവൺമെന്റിന് താഴെ ഇസ്ലാമിന്റെ ഒരു ഭരണകൂടം ഇല്ലാത്തടത്തൊക്കെ പാരലൽ ആയിട്ടുള്ള ഇസ്ലാമിക ഭരണം എന്നതാണല്ലോ നമ്മൾ ഉമറാക്കളുടെ ഒക്കെ ഉത്തരവാദിത്തത്തിൽ ഉലമാക്കളും കൂടി മഹല്ല് സംവിധാനം വരെ ചെയ്യുന്നത്. അതൊരു പാരലൽ സംവിധാനം പോലെ പ്രവർത്തിക്കുകയാണല്ലോ. അതുപോലെ നിരീശ്വരവാദികളെങ്കിലും ചെയ്യണ്ട. അങ്ങനെ നിരീശ്വരവാദികൾക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ,
കാരണം അവർ അവരിവിടുത്തെ പൊതു ഭരണകൂടത്തെയാണ് പിന്നെ അതിനെ അംഗീകരിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. അവരപ്പൊ സ്വന്തമായിട്ട് സേവനങ്ങളൊന്നും ചെയ്യണില്ല സ്വന്തമായിട്ട് അല്ലെ? സേവനങ്ങൾ ചെയ്യുന്നവർ ചെയ്യും. നിർബന്ധിത ഒരു സേവനം ചെയ്യുന്ന സമയത്ത് അവിടെ മതം പരിഗണിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ പറഞ്ഞതേ. അല്ല അങ്ങനെ അപ്പൊ മതം ഞാനൊരു പരിഗണിക്ക തീർച്ചയായിട്ടും ഇല്ല. നമ്മളിപ്പോ അല്ല ഒരാൾക്ക് ഒരു പരിഗണിക്ക ഒരു നിരീശ്വരവാദികളെ ഒരു സംബന്ധിച്ച് ഒരു അങ്ങനെ ഗവൺമെന്റുകള്, പരിഗണിക്കണ്ടെന്നല്ല. ഇപ്പൊ ഞാൻ പറയാം, ഗവൺമെന്റുകള് ഈ നാട്ടിലുള്ള ഒരു ഭരണകൂടം ഇത് നാളെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിനെ ഒരു നിരീശ്വരവാദിയും അനുകൂലിക്കൂല. അല്ല പറഞ്ഞുതരാം. ഇനി ഇവിടെ ഒരു പിന്നെ ഗവൺമെന്റ് തലത്തിൽ നടപ്പിലാക്കുന്ന ഏതെങ്കിലും ഒരു ക്ഷേമ പദ്ധതി ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ട് ചുരുക്കുകയാണ്. ഇപ്പം റേഷൻ ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കിയിട്ട് റേഷൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് മാത്രം കൊടുത്താൽ മതി, ഭക്ഷ്യസുരക്ഷയിൽ ഹിന്ദുക്കൾ മാത്രം ഉൾപ്പെട്ടാൽ മതി എന്ന് തീരുമാനിച്ചാൽ അതിന് നിങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റുമോ? അല്ല നമ്മളെ ചോദ്യം എന്താന്ന്, നിരീശ്വരവാദികൾ നിരീശ്വരവാദികൾ എന്നല്ല, ജനാധിപത്യ ബോധമുള്ള എല്ലാ മനുഷ്യരും. അതിനിപ്പോ നിരീശ്വരവാദി ആയിക്കോളണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞിട്ട് തോന്നും ആകെ ലോകത്ത് മുസ്ലിങ്ങളും നിരീശ്വരവാദികൾ മാത്രമേ ഉള്ളൂ. അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളും നിരീശ്വരവാദികളുള്ള നിരീശ്വരവാദികൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനാധിപത്യവാദികളാണെങ്കിൽ നിങ്ങൾ എന്ത് ക്ഷേമ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്? ഈ യുക്തിവാദി എന്നൊക്കെ പറഞ്ഞ സംഘടനാപരമായിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇവിടെ ആകെ എത്ര 4, 3, 7 ആളല്ലേ? അല്ല എനിക്കറിയില്ല, നിങ്ങൾക്കാണ് അറിയില്ല. അതെ 4, 3, 7 ആളുള്ളൂ. അല്ല 7 ആൾക്കനുസരിച്ച് ചെയ്യണ്ട. ആ 7 ആൾക്കാർ ഇപ്പൊ എന്നെ മുമ്പിൽ വരുന്ന ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടുമ്പോ അതില് മുസ്ലിം ആണോ അമുസ്ലിം ആണോ എന്ന വേർതിരിവ് കാണിക്കാറില്ല, കാണിക്കില്ല, കാണിക്കാൻ പാടില്ല. അതന്നല്ലേ ഇസ്ലാമിന്റെ ഈ പൊതു ഖജനാവിൽ നിന്ന് അങ്ങനെ അമുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇല്ല സുഹൃത്തെ കൊടുക്കാൻ പറ്റില്ലേ. നിങ്ങൾ ഫത്തുൽ മുഈനൊക്കെ നിങ്ങളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൽ തന്നെ ഈ മുതലാളിമാരുടെ ബാധ്യതകളും പിന്നെ ധനികന്മാരുടെ ബാധ്യതയും ഭിക്ഷ കൊടുക്കുന്നതിന്റെ കണക്ക് വെക്കല്ലേ. ഭിക്ഷ കൊടുക്കുന്നതിന് മനസ്സിലായോ? ഞാൻ പറയുന്നത് നിർബന്ധ ബാധ്യതയായിട്ട് ഒരു മതം ഒരു സാമൂഹ്യ നിയമം നടപ്പിലാക്കുമ്പോ അതിന്റെ ഗുണഭോക്താക്കളുടെ മതം പ്രഥമ പരിഗണനയിൽ കൊണ്ടുവരുന്നത് അത് വർഗീയതയാണ്, അത് വിഭാഗീയതയാണ്, അത് മാനവിക മൂല്യമല്ല. അത് വലിയ നന്മയായിട്ട് ആ മതത്തിന് പുറത്തു നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് കാണാൻ കഴിയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ നിങ്ങൾക്ക് പറയാം ഇപ്പോ നാട്ടില് 40 മുസ്ലിങ്ങൾ ഉണ്ടാ, 40 മുസ്ലിങ്ങളുടെങ്കിലും പ്രശ്നം തീരൂലേ എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം. അല്ല അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതാ പറഞ്ഞ അത് ഇസ്ലാമിൽ അത് മുസ്ലിങ്ങളല്ലാത്തവരും മുസ്ലിങ്ങളും ഒക്കെ മനുഷ്യരാണ്, തുല്യ അന്തസ്സുള്ളവരാണ്, തുല്യ അവകാശങ്ങളുള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതൊരു പ്രത്യേക നന്മയായിട്ടല്ല മനസ്സിലാവുക എന്നാണ് പറഞ്ഞത്. അല്ല ഒരു 100 ആളിൽ 60 ആള് രക്ഷപ്പെട്ടാൽ ഇനി ബാക്കിയുള്ള 40 ആള് 60 ആള് രക്ഷപ്പെടുന്നതിന്റെ മാനദണ്ഡം മുസ്ലിം ആവുക എന്നതാണെങ്കിൽ അത് വർഗീയതയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ആ മാനദണ്ഡത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനെ മുസ്ലിമാന്ന് ആവർത്തിക്കുമ്പോ നമ്മൾ തങ്ങന്മാരെ സക്കാത്ത് ഞാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു ഒരു നന്മ എന്ന് നാട്ടുകാർക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനത്തിന്റെ കോലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞോളി, നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു നന്മ ചൂണ്ടിക്കാണിച്ചോളി, നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അല്ല ഇപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ആയിക്കോട്ടെ. അപ്പൊ ഇതേപോലെ എന്തെങ്കിലും നന്മകൾ നിങ്ങളെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും, നമുക്ക് ഒന്ന് പരിശോധിക്കാം അതിന്റെ നന്മ തിന്മകളുടെ. കൂടുതൽ ഇങ്ങനെ സംസാരിക്കാന്നുള്ളതല്ലല്ലോ വിഷയം. ആയിക്കോട്ടെ. സാഹചര്യം സൗകര്യം ഒത്തു വരുമ്പോ അതിനനുസരിച്ച് ചർച്ച ചെയ്യാം. ശരി, ഓക്കെ, താങ്ക് യു.